പ്രിയ പ്രേക്ഷകർക്ക് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ജൂലൈ 28 ഇന്നേ ദിവസം ഈ വീഡിയോയിലൂടെ നമ്മൾ പങ്കുവെക്കുന്ന നക്ഷത്ര ജാതകർക്ക് മറക്കാനാകാത്ത ഭാഗ്യദിനങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ്. ഇനി അങ്ങോട്ട് ഒട്ടനവധി സൗഭാഗ്യങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്ന സാഹചര്യങ്ങൾ, ഇതിനെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ തന്നെ ഒന്ന് മനസ്സിലാക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുന്നതിനും വീഡിയോ ലൈക്ക് ചെയ്യുന്നതിനും മറക്കാതെ ഇരിക്കുക. എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അറിയിക്കുന്നു. നമുക്ക് നോക്കാം. ഭരണി നക്ഷത്ര ജാതകരെക്കുറിച്ചാണ് ആദ്യം പറയേണ്ടത്. ഭരണി നക്ഷത്ര ജാതകർക്ക് ഇന്നേ ദിവസം മുതൽ ഈശ്വര അനുഗ്രഹം കാണുന്നുണ്ട്. 4-ൽ രവിയും ബുധനും, 5-ൽ ചൊവ്വയും ശുക്രനും, 7-ൽ കേതു, 11-ൽ ശനി, ഇപ്രകാരം നിൽക്കുന്ന ഗ്രഹസ്ഥിതി ഇവർക്ക് ഒരുപാട് ഗുണങ്ങൾ സമ്മാനിക്കും. വാഹനങ്ങൾ വാങ്ങാനും ഗൃഹം നന്നാക്കാനും സർക്കാർ സർവീസിൽ പ്രമോഷൻ ലഭിക്കാനും സാധ്യതയുണ്ട്. ചിലവുകൾ കൂടുമെങ്കിലും അത് നിയന്ത്രിക്കാനും കഴിയും. വൈറൽ പനി, അലർജി, രക്തരോഗങ്ങൾ എന്നിവയ്ക്ക് സാധ്യത കൂടുതലാണ്. വിദ്യാർത്ഥികൾക്ക് പൊതുവെ സമയം ഉത്തമം. സൂര്യ-ബുധ ബന്ധം ഉള്ളതുകൊണ്ട് തൊഴിലിൽ താങ്ങും തണലും കിട്ടും. തർക്കങ്ങളും വഴക്കുകളും വരുമെങ്കിലും അത് മറ്റൊരാളുടെ ഇടപെടൽ വഴി പരിഹരിക്കും. ശുക്ര, ശനി, ചൊവ്വ ദൃഷ്ടി യാത്രകളിൽ ശ്രദ്ധ കൂടുതൽ കൊടുക്കേണ്ടതുണ്ട്. സന്താനഭാഗ്യം, ആയുസ്, രോഗമുക്തി, കടമുക്തി എന്നിവയ്ക്കെല്ലാം ഏറെ ആശ്വാസമുള്ള കാലഘട്ടമാണ്. 40 വയസ്സ് കഴിഞ്ഞവർക്ക് പൊതുവെ തടസ്സങ്ങൾ മാറി ഐശ്വര്യം ലഭിക്കും. ഈ കൂറുകാർ നവഗ്രഹ മോതിരം അണിയുന്നത് നല്ലതാണ്. ശിവക്ഷേത്ര ദർശനം, സ്വദേശ വിദേശ യാത്ര, കൃഷി വഴി ആദായലബ്ധി എന്നിവയ്ക്കെല്ലാം അനുകൂല കാലം. ദോഷപരിഹാരമായിട്ട് വിഷ്ണു, ശിവക്ഷേത്ര ദർശനം, കുടുംബദേവതാ പ്രീതി, സർപ്പത്തിന് പ്രത്യേക പൂജകൾ എന്നിവ നടത്തി പ്രാർത്ഥിക്കണം. ഇനി മകയിരം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. ഇന്നേ ദിവസം ആരംഭിച്ച ഒരാഴ്ചയ്ക്കുള്ളിൽ പൊതുപ്രവർത്തന രംഗത്ത് നേതൃത്വ സ്ഥാനം ലഭിക്കാൻ ഉള്ളൊരു ഭാഗ്യം ഇവരിലേക്ക് കടന്നു വരുന്നുണ്ട്. ശത്രുക്കളിൽ നിന്നും മിത്രങ്ങളിൽ നിന്നു പോലും ചില ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കാം. ലാഭത്തിൽ ഭൂമി വാങ്ങാൻ അവസരം ഉണ്ടാകും. വ്യാഴൻ അനുകൂലമല്ല, ചിലവ് കൂടുമെന്നാണ് ഫലത്തിൽ കാണുന്നത്. കലാകായിക സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പൊതുവെ നല്ല ഫലങ്ങളാണ് കാണുന്നത്. അധികാരം വർദ്ധിക്കും. ചിലർക്ക് സ്ഥാനക്കയറ്റത്തിന് അവസരം ഉണ്ടാകും. ബന്ധുക്കളിൽ നിന്നും മധ്യമ സുഖമായിരിക്കും ലഭിക്കുക. കാർഷിക രംഗം, ഹോട്ടൽ രംഗം എന്നിവയിൽ പ്രവർത്തിക്കുന്നവർക്ക് സമയം ഗുണകരമാണ്. ആദരവും അംഗീകാരവും ലഭിക്കും. ഗൃഹസുഖം അല്പം കുറഞ്ഞിരിക്കും. സ്ത്രീകൾക്ക് ഉദരരോഗ സാധ്യത. വായ്പ പ്രതീക്ഷിക്കുന്ന രീതിയിൽ ലഭിക്കും. സന്താനങ്ങൾക്ക് വിദേശവാസം കാണുന്നുണ്ട്. അവരെപ്പറ്റി ചിന്തിച്ച് വെറുതെ വിഷമിക്കാതിരിക്കുക. ഏകാന്തത അനുഭവിക്കാൻ സാധ്യത കാണുന്നുണ്ട്. ഗൃഹത്തിൽ മംഗളകർമ്മത്തിനുള്ള ചുറ്റുപാടുകൾ ഒരുങ്ങും. പിണങ്ങിപ്പോയവരോ അകന്നുപോയവരോ അടുക്കാൻ സാധ്യതയുണ്ട്. വാഹനത്തിൽ നിന്ന് ചില നേട്ടങ്ങൾ ഉണ്ടാകും. എത്ര ശ്രമിച്ചാലും ചിലവ് നിയന്ത്രിക്കാൻ സാധിക്കാതിരുന്നവർക്ക് അതിലൊരു മാറ്റം കണ്ടു തുടങ്ങും. വിദേശ തൊഴിൽ ചെയ്യുന്നവർ പണം ഇടപാടിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. 50 വയസ്സിന് മുകളിൽ ഉള്ളവർക്ക് സമയം അനുകൂലമാണ്. ദോഷപരിഹാരമായിട്ട് കുടുംബദേവതാ പ്രീതി നേടണം. വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപായസം നടത്തണം. ദേവിക്ക് ഐക്യഭാഗ്യ സൂക്തം, കൃഷ്ണന് പാൽപായസം, ധന്വന്തരി മൂർത്തിക്ക് അർച്ചന വേണം. ഈ കൂറുകാർ പുഷ്യരാഗക്കല്ല് ഉപയോഗിക്കുന്നത് നല്ലതാണ്. മിഥുനക്കൂറിലെ മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്ര ജാതകരെക്കുറിച്ച് ഇനി ഒന്ന് നോക്കാം. ഈ 3 നക്ഷത്ര ജാതകർക്കും ഒരേ ഫലം തന്നെ കാണുന്നുണ്ട്. ജീവിതത്തിൽ മനസ്സമാധാനം എന്തെന്ന് അറിഞ്ഞു തുടങ്ങും. മറ്റുള്ളവരുടെ കാര്യത്തിനു വേണ്ടി
പണം ചിലവാക്കാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം. അധികാരസ്ഥാനത്തുള്ളവർ ആജ്ഞാശക്തിയാൽ പല കാര്യങ്ങളും നേടിയെടുക്കും. സ്നേഹബന്ധങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കിട്ടും. രോഗം കുറഞ്ഞു വരും. നിസ്സാര കാര്യങ്ങൾക്ക് ചിന്ത കൂടും. ആത്മീയതയിൽ കൂടുതൽ ശ്രദ്ധിക്കും. വിരുന്ന്, സൽക്കാരം, ബന്ധുജന സന്ദർശനം, പ്രായമായവർക്ക് ചില അസ്ഥിരോഗങ്ങൾ കൊണ്ടുള്ള പ്രയാസങ്ങൾ, ബന്ധുക്കളിൽ നിന്നുള്ള സാമാന്യ സുഖം, വീട്ടിൽ മംഗളകർമ്മത്തിന് തുടക്കം കുറിക്കാൻ സാധിക്കും. ഗൃഹം മോടികൂട്ടാൻ അവസരങ്ങൾ ഉണ്ടാകും. പഴയ വാഹനം നന്നാക്കൽ, വളർത്തുമൃഗങ്ങൾക്ക് രോഗം, പല്ല്, കണ്ണ് എന്നീ അവയവങ്ങൾക്കിടവിട്ട് അല്പാൽപ്പം പീഡകൾ എന്നിവ അനുഭവമാണ്. സർക്കാർ സംബന്ധമായ ചില ദുരിതങ്ങൾ ഉണ്ടാകും. മേലുദ്യോഗസ്ഥരിൽ നിന്നും അവഗണനയ്ക്ക് സാധ്യതകളുണ്ട്. എങ്കിലും ചില ആളുകൾ ഇടയിൽ കയറി അത് പരിഹരിക്കും. പുതിയ സംരംഭം, പണം മുടക്കൽ, പണം സംബന്ധിയായ കാര്യങ്ങൾ, അതായത് പണം കൊടുക്കൽ എന്നിവ ശ്രദ്ധാപൂർവം നടത്തണം. അല്ലാത്തപക്ഷം അത് ശത്രുതയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. മിഥുനക്കൂറിലെ മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്രജാതകർ ദോഷപരിഹാരത്തിന് മഹാവിഷ്ണുവിന് പാൽപായസം, ഗുരുവായൂർ ദർശനം, ശിവന് ജലധാര, ആയില്യപൂജ എന്നിവ നടത്തുക. മരതക കല്ലിടുന്നത് പൊതുവെ നല്ലതായിരിക്കും. ഇനി പൂയം നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം. പൂയം നക്ഷത്രജാതകർക്ക് ഭാര്യാഭർത്തൃ സൗഖ്യം, ശാരീരിക മാനസിക ഉല്ലാസം, ഔദ്യോഗിക രംഗത്ത് ശോഭിക്കുന്ന സമയം കൂടിയാണ്. മാതാവിൽ കുടുംബത്തിൽ നിന്നും പിരിഞ്ഞു കഴിയേണ്ടതായിട്ട് വരും. ജോലി നേടാൻ സാധ്യതയുണ്ട്. വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് സമയം ഉത്തമമാണ്. കാർഷിക ആദായം വർദ്ധിക്കും. യന്ത്രം, ഇരുമ്പ്, ഉരുക്ക് എന്നിവ കൈകാര്യം ചെയ്യുന്നവർക്ക് സാമ്പത്തിക ഉയർച്ച. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ചില ആനുകൂല്യങ്ങൾ ലഭിക്കാനുള്ള സാധ്യത എന്നിവയുണ്ട്. സർക്കാർ ഉദ്യോഗം കിട്ടാനും ഈ ആഴ്ച സാധ്യതകൾ കൂടുതലാണ്. മാംസ ആഹാരത്തിൽ പ്രിയം വർദ്ധിക്കും. സന്താന സൗഭാഗ്യം പ്രതീക്ഷിക്കുന്ന യുവമിഥുനങ്ങളുടെ ആഗ്രഹം സാധിക്കും. യാത്രാസുഖം ഉണ്ടാകും. സാമൂഹിക സംഘടനകളുമായിട്ട് ബന്ധം പുലർത്താൻ അവസരങ്ങളുണ്ട്. ഗൃഹം, ഭൂമി എന്നിവ കിട്ടാൻ യോഗം. നിലവിൽ കേസുള്ളവർക്ക് വിധി അനുകൂലമാണ്. വിരോധത്തിൽ കഴിഞ്ഞവർ അടുക്കാൻ സാധ്യതയുണ്ട്. ദൈവാനുഗ്രഹം കൊണ്ട് തൊടുന്നതെല്ലാം വിജയിക്കും. സംസാരത്തിലൂടെ മറ്റുള്ളവരെ വശപ്പെടുത്തും. സംഗീതം, സാഹിത്യം, രചന, ഗണിതം, നൃത്തം, നാട്യം എന്നിവയുമായി ബന്ധപ്പെട്ടവർക്ക് നേട്ടങ്ങളുടെ കാലഘട്ടമാണ്. വിദ്യാർത്ഥികൾക്കും വിദ്യാഭ്യാസത്തിൽ പൂർണ്ണ വിജയം നേടാൻ സാധിക്കും. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ അവസരം ഉണ്ടാകും. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് സർപ്പപ്രീതി നേടണം. ശനിയുടെ അഷ്ടം സ്ഥാന ദോഷം മാറാൻ ശാസ്താവിന് നീരാജനം നടത്തുക. കേതു ദോഷത്തിന് ഗണപതി ഹോമം, തേങ്ങ ഉടയ്ക്കൽ എന്നിവ നടത്തുന്നതും ഈ നക്ഷത്ര ജാതകർക്ക് ഏറെ ഗുണം ചെയ്യുന്നതായിരിക്കും. ഇനി നമുക്ക് ഉത്രട്ടാതി നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. യാതൊരു ലക്ഷ്യവും ഇല്ലാതെ വെറുതെ നടക്കുന്ന ഒരു പ്രതീതിയായിരുന്നു ഉത്രട്ടാതി നക്ഷത്ര ജാതകർക്ക് ഇതുവരെ. അതിൽ നിന്ന് വലിയൊരു മാറ്റങ്ങൾ കണ്ടു തുടങ്ങുകയാണ്. കാര്യതടസ്സങ്ങളൊക്കെ നീങ്ങി ഈ വ്യക്തികൾ പ്രതീക്ഷിക്കുന്ന ഒരു തലത്തിലേക്ക് പോകാനായിട്ട് ഉത്രട്ടാതി നക്ഷത്ര ജാതകർക്ക് സാധിക്കും. കാര്യതടസ്സങ്ങളൊക്കെ നീങ്ങിക്കിട്ടും. ദാമ്പത്യ കലഹങ്ങൾ മൂലം ബുദ്ധിമുട്ടിയിരുന്ന ഈ വ്യക്തികൾക്ക് ഇതിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടാകും. നേത്രരോഗം, ഉദരരോഗം, നീരിറക്കം ഇവ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാലഘട്ടം കൂടിയാണ്. ചില അപ്രതീക്ഷിത സ്ഥാനമാനങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. പലവിധ ഭാഗ്യ അനുഭവങ്ങൾക്കും യോഗമുണ്ട്. ധനാഗമങ്ങൾ ലഭിക്കും. ബന്ധുജനങ്ങൾക്കായിട്ട് പണം ചിലവഴിക്കേണ്ടതായിട്ട് വരും. കലഹങ്ങളൊക്കെ ജീവിതത്തിൽ കുറഞ്ഞു തുടങ്ങുകയും സന്തോഷത്തോടു കൂടി ബന്ധുമിത്രാദികളോടും സുഹൃത്തുക്കളോടും ഒപ്പം ഐക്യത്തോടു കൂടി മുന്നോട്ട് പോകാൻ ഉള്ള സാധ്യതകളും കാണുന്നുണ്ട്. പ്രായോഗിക ബുദ്ധി കൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ ജീവിതത്തിൽ നേടാൻ സാധിക്കും. ശസ്ത്രക്രിയകൾ വേണമെങ്കിൽ നടത്താം. മറ്റ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകില്ല. വീഴ്ചയിൽ ഒടിവ് തുടങ്ങിയവയ്ക്ക് സാധ്യതകളുണ്ട്.
തൊഴിൽ രംഗത്ത് നിന്നുള്ള വരുമാനം വർദ്ധിക്കും. വിവാഹ ആലോചനകൾ അലസിപ്പിരിയാൻ സാധ്യതയുണ്ട്, ഒന്ന് ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ സ്വയം തിരഞ്ഞെടുക്കപ്പെടുന്ന വിവാഹ ആലോചനകൾ ഉറപ്പിക്കാനും അവസരം ഉണ്ടാകും. ഇവർ ദോഷപരിഹാരമായിട്ട് ഭഗവതി ക്ഷേത്രത്തിൽ ശ്രീ സൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിച്ച് ഒന്ന് പ്രാർത്ഥിക്കുക.